ഹായ് ഗായ്സ്, ബ്ലാസ്റ്റ് എന്ന സിനിമയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ സർജ, നമ്മുടെ സർവ്വമേല ഹീറോയിൻ പ്രീതി മുകുന്ദൻ, നമ്മുടെ അഭിരാമി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ആക്ഷൻ മൂഡിലുള്ള പടം എന്നുള്ളൊരു ഇത് തരുന്നൊരു മൂവി തന്നെയായിരുന്നു. സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു സാധാരണ ഒരു ഫാമിലി, ഒരു കരാട്ടെ മാസ്റ്ററിൻ്റെ ഫാമിലിയിലേക്ക് കുറച്ച് വില്ലന്മാർ അപ്രതീക്ഷിതമായിട്ട് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സംഭവവികാസങ്ങളാണ് പടത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൃശ്യം പടത്തിൻ്റെ ഒരു ആക്ഷൻ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയൊരു പടമുണ്ട്, ഒരു 90s കിഡ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് കുങ് ഫു ഹസിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു പ്രമേസാണ് പടത്തിലേക്ക് വരുന്നത്. കഥാപരമായിട്ട് ഭയങ്കര പുതുമയൊന്നും ഇല്ലെങ്കിലും വളരെ മികച്ച രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ഷൻ സീക്വൻസ് ആണ്. കാരണം ഇതുവരെ ആക്ഷൻ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലാത്ത അഭിരാമി, പ്രീതി മുകുന്ദനൊക്കെ അത്രയും പേരെ അടിച്ചെടുത്ത് കാണുമ്പോൾ നമുക്ക് വളരെ കൺവിൻസ്ഡ് ആണ്. ആക്ഷൻ ഡയറക്ടർ ഫീനിക്സ് പ്രഭു ഒരു പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക്കാണ്. നമ്മൾ കാട്ടാനിൽ കണ്ട രവി ബുർസർ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പക്ഷേ പുള്ളി വളരെ മികച്ച രീതിയിൽ ഇതിൽ BGM ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ചില ഇംഗ്ലീഷ് ട്രാക്സിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ കിടിലമായിരുന്നു. പിന്നെ അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഓൺ ദ പോയിന്റ് ആയിരുന്നു. സിനിമയിലെ പ്രകടനങ്ങളിലേക്ക് വന്നാൽ അർജുൻ, അഭിരാമി, വിവേക് പ്രസന്ന, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരെല്ലാം വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു. എങ്കിൽ എന്നെ പ്രത്യേകം ഇമ്പ്രസ് ചെയ്തത് ഇതിലെ മെയിൻ വില്ലനായിട്ട് വരുന്ന നമ്മുടെ ജോൺ കൊക്കനാണ്. ചാർപ്പെട്ട പരമ്പരയിലൊക്കെ ഉള്ള സൈഡ് വില്ലനായിട്ട് വരുന്നൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അർജുൻ ചിദംബരം എന്നാണെന്ന് തോന്നുന്നു. ഞാൻ വിക്കി ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. നമ്മുടെ അർജുൻ ദാസിനെയൊക്കെ പോലെ തന്നെ വളരെ മികച്ച ബേസ് സൗണ്ടൊക്കെ ഉള്ള ഒരു പുള്ളിയാണ്. പുള്ളിയുടെ പെർഫോമൻസ് വളരെ കിടിലമായിരുന്നു. പക്ഷെ പുള്ളിയുടെ കൊടുത്ത എൻഡിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പുള്ളി വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് തന്നെ ഒരു വലിയ ഫാക്ടറാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള തമിഴ് സിനിമകളിൽ ഒരുപാട് സജീവമായിട്ട് കാണാൻ പറ്റുന്നൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഒരു സ്വാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്കൊന്ന് ആ ക്യാരക്ടറിനെ തന്നെ മെയിനായിട്ട് വെച്ചിരുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയതെന്ന് തോന്നി. ഇനി സിനിമയ്ക്ക് നെഗറ്റീവ്സ് ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഒക്കെ അത്യാവശ്യമുണ്ട്. എന്നാലും അതൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് സമയം തരാത്ത രീതിയിൽ ഫാസ്റ്റ് പേസ്ഡാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ അർജുൻ്റെ ഫാമിലി, വില്ലന്മാരുടെ ആംഗിള്, പോലീസുകാരുടെ ആംഗിള് വെച്ചിട്ടൊരു പ്ലേ ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ സിനിമ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ വളരെ മികച്ച രീതിയിൽ എടുത്തു വെച്ചതായിരുന്നു. പിന്നെ ഒരു പ്രധാന നെഗറ്റീവായിട്ട് തോന്നിയത് ടുവേർഡ്സ് എൻഡ് ഒരു ഗ്രാമത്തിനെ പറ്റി ഒരു സോങ് വരുന്നുണ്ട്. ആ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും ആ സോങ്ങും എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം ആ സോങ്ങൊക്കെ അവിടെ പ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. അതില്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഇമോഷൻ കൺവേഡ് ആണ്. ഇൻഫാക്റ്റ് ആ സോങ് വെച്ചിട്ട് ഒരു ഇമോഷനും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നെന്ന് തോന്നി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ദൃശ്യത്തിൻ്റെ ഒരു ആക്ഷൻ വേർഷൻ അതാണിത്. ഒരു ആക്ഷൻ മാസ് എൻ്റർടൈനർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന പടം തന്നെയാണ്. വളരെ മികച്ച ഒരു എൻ്റർടൈനറാണ്. അത്യാവശ്യം ഫാസ്റ്റ് പേസ്ഡ് ആണ്. അത്യാവശ്യം മികച്ച പ്രകടനങ്ങളും എല്ലാം ഉള്ളൊരു മികച്ച സിനിമ തന്നെ ആയിരിക്കും. എനിക്കൊന്നും ഞാൻ കണ്ടിട്ടിരുന്ന തിയേറ്ററിലൊക്കെ വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു ഇതിൻ്റെ ഓരോ സീക്വൻസസിനൊക്കെ ഉണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നുന്നു പടം ഒരു വലിയ വിജയമായിരിക്കും. അത്യാവശ്യം റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാകുന്ന ഓവർലോക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെ ആയിരിക്കും.